ചാലിയക്കര എസ്റ്റേറ്റിലെ മലിനജലം പുഴയിലേക്കൊഴുക്കി കല്ലടയാറിനെയും ചാലിയക്കരയാറിനെയും മലിനപ്പെടുത്തുന്ന നടപടിക്കെതിരെ ശക്തമായ പ്രക്ഷോഭം തുടരുമെന്ന് ജനകീയ സമരസമിതി. AVT കമ്പനി KIP ഭൂമി കയ്യേറിയതിനെതിരെയും റവന്യൂ ഭൂമിയിൽ നിന്നും നൂറ്റാണ്ടുകൾ പഴക്കമുള്ള മരങ്ങൾ മുറിച്ചുവിറ്റതിനെതിരെയും വ്യാജരേഖകൾ ചമച്ച ഉദ്യോഗസ്ഥന്മാരെയും ജനങ്ങളെയും കബളിപ്പിക്കുന്ന എസ്റ്റേറ്റ് മാനേജ്മെന്റിന്റെ ധിക്കാര നടപടികൾക്കെതിരെയും പരാതി നൽകിയിട്ടുണ്ട്. മുഖ്യമന്ത്രി, റവന്യൂ മന്ത്രി, ജലസേചന വകുപ്പ് മന്ത്രി എന്നിവർക്കും മലിനീകരണ നിയന്ത്രണ ബോർഡ്, PWD തുടങ്ങിയ വകുപ്പുകൾക്കുമാണ് പരാതി നൽകിയിട്ടുള്ളതെന്ന് ജനകീയ സമരസമിതി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. മാത്രമല്ല, അവരുടെ മുടി കൊഴിച്ചിൽ, ആ സമീപവാസികളായ സ്ത്രീകളും പുരുഷന്മാരുടെയും മുടി കൊഴിയുന്നതും മുടി നരയ്ക്കുന്നതും അവർക്ക് തന്നെ മാരകമായ സാംക്രമിക രോഗങ്ങൾ ഉണ്ടാകുന്നതുമൊക്കെ ഈ മലിനജലത്തിൽ നിന്നാണ്. ഇതിന് ഉത്തരവാദികളായവർ ചാലിയക്കര എസ്റ്റേറ്റ് മാത്രമാണ് എന്നുള്ളതാണ് ഏറ്റവും യാഥാർത്ഥ്യമായ കാര്യം. ചാലിയക്കര എസ്റ്റേറ്റിൽ നിന്ന് വരുന്ന ഈ മലിനജലം കൊണ്ട് ഇത്തരത്തിലുള്ള സാംക്രമിക രോഗങ്ങൾ മാത്രമല്ല ഉണ്ടാകുന്നത്, ആ നദിയുടെ തീരത്ത്. കഴിഞ്ഞ ദിവസത്തെ വാർത്താ സമ്മേളനത്തിലൂടെ സാമൂഹ്യ വിരുദ്ധരാണ് PWD റോഡിൽ സ്ഥാപിച്ച ഗേറ്റ് എടുത്തു മാറ്റിയത് എന്ന് പറഞ്ഞ് തഹസീൽദാരെയും കുളത്തൂപ്പുഴ CAയെയും SIയെയും ജനപ്രതിനിധികളെയും ആക്ഷേപിച്ചവർക്കെതിരെയും നടപടിയെടുക്കണമെന്നും പരാതിയിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. മലിനജലം ഒഴുക്കിവിടുന്നതിനാൽ ജനങ്ങൾക്ക് മാരകമായ രോഗങ്ങൾ പടർന്നു പിടിക്കുകയും കന്നുകാലികളുടെ ശരീരത്തിൽ വ്രണങ്ങൾ രൂപപ്പെടുകയും മത്സ്യസമ്പത്തിന് നാശം സംഭവിക്കുകയും ചെയ്യുന്നതായും സമിതി പ്രവർത്തകർ ആരോപിച്ചു. ഉന്നതാധികാരികളെ പണം കൊടുത്ത് സ്വാധീനിക്കാമെന്ന് വ്യാമോഹിക്കുന്ന മാനേജ്മെന്റ് നിലപാടുകൾക്ക് വൻവില നൽകേണ്ടി വരുമെന്നും ഇവർ മുന്നറിയിപ്പ് നൽകി. സമരസമിതി ചെയർമാനും കൊല്ലം ജില്ലാ പഞ്ചായത്ത് അംഗവുമായ അഡ്വക്കേറ്റ് SC സഞ്ജയ് ഖാൻ, സമരസമിതി കൺവീനറും വാർഡ് മെമ്പറുമായ C ചെല്ലപ്പൻ, മുൻ വാർഡ് മെമ്പർ G ഗിരീഷ് കുമാർ, കറവൂർ വാർഡ് മെമ്പർ പൊന്നമ്മ, ചാലിയക്കര രാജേഷ്, S രാജൻപിള്ള, B രാജേന്ദ്രൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പുനലൂർ.